ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് അറ്റോമിക് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 100. നമുക്കറിയാം എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിമിംഗ് ആണ്. അപ്പോൾ എലമെൻസിൻ്റെ നെയിമിംഗ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു പോർഷനാണ്. കെമിസ്ട്രിയിൽ എവിടെയും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതേസമയം അറ്റോമിക് നമ്പർ 100-നേക്കാളും മുകളിലുള്ള എലമെൻറ്റ്സ്, 100-ൻ്റെ മേലെ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് അതൊരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് നെയിമിംഗ് ആണ്. IUPAC സിസ്റ്റമാണ് അത് ഈ 100-ന് മുകളിലുള്ള എലമെൻസിനെ നെയിമിംഗ് നടത്തുന്നത്. അവരുടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ എലമെൻസിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പേര് അല്ലെങ്കിൽ സിമ്പൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ലാറ്റിൻ വേർഡിൽ നിന്നും ഡയറക്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ നെയിമിങ്ങും അതിൻ്റെ സിമ്പൽസും ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഓരോ അറ്റോമിക് നമ്പറിലുള്ള ഓരോ നമ്പറിനും അനുസരിച്ചുള്ള ന്യൂമറിക്കൽ സിമ്പൽസ് വെച്ചിട്ട്, ന്യൂമറിക്കൽ റൂട്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ എലമെൻസിൻ്റെയും അറ്റോമിക് നമ്പറും അതിൻ്റെ നോമൻക്ലേച്ചറും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഈ ന്യൂമറിക്കൽ റൂട്ട്സ് എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് 2 കോളം നമുക്ക് നോക്കാം. ഇവിടെ ന്യൂമറിക് ഏതാണോ ആ നമ്പർ നമ്മളിവിടെ എഴുതും. അതിൻ്റെ ന്യൂമറിക്കൽ റൂട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്, ന്യൂമറിക്കൽ റൂട്ട്. ഇപ്പോൾ 0 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ സാധാരണ ന്യൂമറിക്കൽ റൂട്ട് എഴുതുന്നത് നിൽ എന്നാണ്. നില്ലിനെ നമ്മൾ സാധാരണ N എന്ന അബ്രിവേഷൻ വെച്ചാണ് കാണിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ 1 ആണെങ്കിൽ നമ്മളതിനെ അൺ എന്ന് അടയാളപ്പെടുത്തും. അതിനെ നമ്മൾ U എന്ന ലെറ്റർ വെച്ചിട്ട് കാണിക്കും. 2 ആണെങ്കിൽ ബൈ എന്ന് കാണിക്കും. അതിൻ്റെ ലെറ്റർ അബ്രിവേഷൻ B ആണ്. 3 ആണെങ്കിൽ ട്രൈ എന്ന് പറയും, അബ്രിവേഷൻ T ആണ്. 4 ആണെങ്കിൽ ക്വാഡ്, 4-ന് പകരം നമ്മൾ ക്വാഡ്, അതിൻ്റെ അബ്രിവേഷൻ Q എന്നാണ്. 5 ആണെങ്കിൽ പെൻഡാണ്, P കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. 6 ആണെങ്കിൽ ഹെക്സ് ആണ്, H കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. 7 ആണെങ്കിൽ സെപ്റ്റ് എന്ന് പറയും, S കൊണ്ട് കാണിക്കും. 8 ആണെങ്കിൽ ഒക്റ്റാണ്, O കൊണ്ട് കാണിക്കും. 9 ആണെങ്കിൽ N എന്ന ന്യൂമറിക്കൽ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ അബ്രിവേഷൻ E എന്നാണ്. അപ്പോൾ ഈ ഒരു ന്യൂമറിക്കൽ റൂട്ട്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ നോമൻക്ലേച്ചറും അതിൻ്റെ സിമ്പലും ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എലമെൻറ്റ് 101, ഇതിൻ്റെ IUPAC ഒഫീഷ്യലി അതിൻ്റെ ഒരു നെയിമിംഗ് ഉണ്ട്. ആ 101 എന്തുള്ള അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റിൻ്റെ IUPAC ഒഫീഷ്യൽ നെയിം മെൻഡലേവിയം എന്നാണ്. പക്ഷേ നമ്മൾ IUPAC സിസ്റ്റം പ്രകാരം ഈ ന്യൂമറിക്കൽ റൂട്ട്സ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പേര് പറയുമ്പോൾ അതിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 0, 1 ആണ്. അപ്പോൾ 1 എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? അൺ കൊടുക്കുന്നു. പിന്നെ ഏതാണ്? 0-ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? നിൽ കൊടുക്കുന്നു. പിന്നെ ഏതാണ്? 1 തന്നെയാണ്, അൺ കൊടുക്കുന്നു. ഇനി അവസാനം നമ്മൾ IUM എന്ന് ചേർത്ത് കൊടുത്താൽ ആ എലമെൻറ്റിൻ്റെ IUPAC നെയിമായി. അപ്പോൾ നമുക്ക് ഈ നെയിമിങ് എന്ത് പറയാം? അണ്ണിൽ അണ്യം എന്ന് പറയാം. അതിൻ്റെ സിമ്പൽ നമുക്ക് എങ്ങനെ എഴുതാം? അണ്ണിൻ്റെ U, നില്ലിൻ്റെ N, അണ്ണിൻ്റെ U. ഇതാണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് ലെറ്റർ നമ്മൾ സാധാരണയായിട്ട് ക്യാപിറ്റൽ ലെറ്റർ എഴുതും, ബാക്കി 2 എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ. ഇതേപോലെ 102 ആണെങ്കിൽ നമ്മളെങ്ങനെ പറയും? പറ. അൺ നിൽ ബൈ എം. അതിൻ്റെ സിമ്പൽ എന്തായിരിക്കും? UNB. ഇങ്ങനെയായിരിക്കും, UNB ഇങ്ങനെ വരുന്നു. ഓക്കെ. ഇനി 103 ആണെങ്കിൽ നമ്മളെങ്ങനെ പറയും? പറ. നിങ്ങൾക്ക് തന്നെ പറയാനാവും. 1-ന് പകരം അൺ, നില്ലിന് പകരം 0-ന് പകരം നിൽ, ട്രൈ എന്നാവും 3-ന് പകരം
എം. ഓക്കെ, അപ്പോൾ എന്തായി? അൺനിൽ ട്രിയം, അതായത് UNT ഇങ്ങനെ വരും. ഇതുപോലെ നിങ്ങൾക്ക് 104ഉം 105ഉം 106ഉം 107ഉം 108ഉം 109ഉം ഒക്കെ എഴുതാം. 110 ആകുമ്പോൾ എങ്ങനെയാവും? നിങ്ങൾ പറ, അൺനിൽ എം. അതിൻ്റെ സിമ്പൽ എന്തായിരിക്കും? UN ഇങ്ങനെ വരും. ഇനി 120 ആണെങ്കിലോ? 120 ആണെങ്കിൽ എങ്ങനെ വരും? അൺബൈനിൽ എം, അതായത് UBN ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ 100നും മുകളിൽ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ നോമൻക്ലേച്ചറും അതിൻ്റെ സിംബൽസും ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് 104 ഒന്നും കൂടി നോക്കാം. 104 ആകുമ്പോൾ എന്താവും? അൺനിൽ 4 എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ക്വാഡ് എം, സിംബല് UNQ എന്ന് വരും. UNQ എന്ന് വരും. 105 ആകുമ്പോൾ അൺനിൽ പെൻഡ് എം, പെൻഡിയം, സിംബൽ എന്ത് വരും? UNP എന്ന് വരും. ഇതാവുമ്പോൾ എന്താവും? അൺനിൽ ഹെക്സ് എം, അതായത് UNH എന്ന് വരും. 107 ആകുമ്പോൾ എന്താവും? അൺനിൽ സെപ്റ്റിയം, അൺനിൽ സെപ്റ്റിയം, അല്ലെങ്കിൽ UNS എന്ന് വരും. 108 ആകുമ്പോൾ അൺനിൽ ഒക്റ്റിയം, OCTIUM, അതായത് UNO എന്ന് വരും, അൺനിൽ ഒക്റ്റിയം. 109 ആകുമ്പോൾ എന്താവും? അൺനിൽ NM, അതായത് UNE എന്ന് വരും. സോ എങ്ങനെയാണ് നമ്മൾ 100നും മേലെ അറ്റോമിക് നമ്പറുള്ള എലമെൻസിന് എങ്ങനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ നടത്തുന്നതെന്നും അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന്. പിന്നീട് നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ഇതിനൊക്കെ UPSC ഒഫീഷ്യലായിട്ടൊരു പേരും ഒരു സിമ്പലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് വിൽ റിപ്പീറ്റ് ആഫ്റ്റർ an interval are known as periodic properties. ഓക്കെ, ഇങ്ങനെ ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അത് ഒന്നുകിൽ മാറ്റം വരുന്ന പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്ത് പറയുക? പീരിയോഡിക് പ്രോപ്പർട്ടീസ്. നമുക്ക് ഒരുപാട് പീരിയോഡിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. അതായത് അറ്റോമിക് റേഡിയസ് അതുപോലെ തന്നെ അയോണിക് റേഡിയസ്. നമുക്ക് വേണമെങ്കിൽ അറ്റോമിക് സൈസ് എന്നും പറയാം, അയോണിക് സൈസ് എന്നും പറയാം. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? അറ്റോമിക് റേഡിയസ്. അപ്പോൾ എന്താണ് അറ്റോമിക് റേഡിയസ് എന്ന് ചോദിച്ചാൽ, ഈ അറ്റോമിക് റേഡിയസിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ഇമാജിനറി ഡെഫിനിഷനാണ്. കാരണം മോഡേൺ അറ്റോമിക് തിയറി പ്രകാരം ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ട് നമുക്ക് അറ്റോമിക് റേഡിയസ് പറഞ്ഞു കൊടുക്കാനാവില്ല. അറ്റോമിക് റേഡിയസ് നമ്മൾ സാധാരണയായിട്ട് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഒന്ന് കോവാലൻ്റ് റേഡിയസ് എന്നാണ്. കോവാലൻ്റ് റേഡിയസ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് ടു ഐഡൻറ്റിക്കൽ ആറ്റംസ് ബോണ്ടഡ് ബൈ എ സിംഗിൾ കോവാലൻ്റ് ബോണ്ട്. ഒരു സിംഗിൾ കോവാലൻ്റ് ബോണ്ട് വഴി ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരേ എലമെൻറ്റിൻ്റെ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള
ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് എലമെൻസിൻ്റെയും ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ നേരെ പകുതി. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റോമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സപ്പോസ് ഇതൊരു ഹൈഡ്രജൻ്റെ ആറ്റമാണെന്ന് വിചാരിക്കുക. ഇതൊരു ഹൈഡ്രജൻ്റെ ആറ്റമാണ്, വേറൊരു ഹൈഡ്രജൻ്റെ ആറ്റമാണ് ഇവിടെ നമ്മൾ വരയ്ക്കുന്നത്. ഈ ഹൈഡ്രജൻ്റെ ഇൻ്റർ ന്യൂക്ലിയസ് ഇതാണ്, ഇതിൻ്റെ ന്യൂക്ലിയസ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 74 പൈക്കോമീറ്റർ ആണ്. 74 പൈക്കോമീറ്റർ ആണ് ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് ആയിരിക്കും, ദാറ്റ് ഈസ് 37 പൈക്കോമീറ്റർ. ഈ രീതിയിലാണ് നമ്മൾ സാധാരണ കോവാലൻ്റ് ബോണ്ട് കോവാലൻ്റ് റേഡിയസ് എന്നുള്ള രീതിയിൽ അറ്റോമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെയുള്ള രണ്ട് എലമെൻസിൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ഒരു സിംഗിൾ കോവാലൻ്റ് ബോണ്ട് വഴി ബോണ്ട് ചെയ്യപ്പെട്ട രണ്ട് എലമെൻസിൻ്റെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ നേരെ പകുതി, അതിനാണ് നമ്മൾ എന്ത് പറയുക? കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ കോവാലൻ്റ് റേഡിയസ് 37 പൈക്കോമീറ്റർ ആണ്. ഇനി അടുത്തൊരു രീതിയാണ് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് ഒരു മെറ്റാലിക് ക്രിസ്റ്റലിൽ മെറ്റാലിക് ബോണ്ടാണ്. അങ്ങനെ അടുത്തടുത്ത രണ്ട് മെറ്റൽ ആറ്റത്തിൻ്റെ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ നേരെ പകുതി. ഇത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെറ്റാലിക് റേഡിയസും അവിടെ മെറ്റാലിക് ബോണ്ടായിരിക്കും എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് അറ്റോമിക് റേഡിയസ് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അറ്റോമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ഇമാജിനറി ഡെഫിനിഷനാണ്. കാരണം ഒരു ന്യൂക്ലിയസിന് ചുറ്റും എവിടെയാണ് ഇലക്ട്രോണിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ എന്നത് നമുക്ക് കറക്റ്റായിട്ട് മോഡേൺ അറ്റോമിക് തിയറി വെച്ചിട്ട് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരൊറ്റ പോയിന്റ് കൊണ്ടാണ് നമ്മൾ ആ ഡെഫിനിഷൻ മാറ്റി നമ്മൾ ഈ രീതിയിലൊക്കെ അറ്റോമിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ വാട്ട് ഈസ് ദ ട്രെൻഡ് ഇൻ, നമ്മൾ സാധാരണയായിട്ട് ട്രെൻഡ് പറയുക ഗ്രൂപ്പിലും പീരീഡിലുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ ഗ്രൂപ്പ്സ് പറയാം. ഇൻ ഗ്രൂപ്പ്സ്, as we go down a group, the atomic radius increases. ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്താ കാരണം? നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും എലമെൻസിൻ്റെ ആറ്റങ്ങളിലുള്ള നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അറ്റോമിക് റേഡിയസും ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, ഒരു ഗ്രൂപ്പിൽ ഏറ്റവും വലിയ ആറ്റം ഉണ്ടാവുക അറ്റ് ദി ബോട്ടം ആയിരിക്കും, ഏറ്റവും ചെറിയ ആറ്റം ഉണ്ടാവുക അറ്റ് ദി ബിഗിനിങ് അറ്റ് ദി ടോപ്പിലായിരിക്കും, ഏറ്റവും മേലെയായിരിക്കും ഏറ്റവും റേഡിയസ് കുറഞ്ഞത്, താഴെയായിരിക്കും ഏറ്റവും റേഡിയസ് കൂടിയത്. ഓക്കെ, ഇനി ഒരു പീരീഡിൽ ഇടത്തുനിന്ന് പോകും. ഇൻ പീരീഡ്സ് നമ്മൾ പീരീഡിൽ എങ്ങനെയാണ് കൂടുന്നത് കുറയുന്നത് നോക്കിയാൽ ഈ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞ ട്രെൻഡ് പോലെ അത്ര ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ സാധിക്കാത്തൊരു കാര്യമാണത്. ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ആസ് വി ഗോ അക്രോസ് എ പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് ദി അറ്റോമിക് സൈസ് ഓർ അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് പോകും തോറും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഓർ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഇൻ ആൻ ആറ്റം. ഈ പോസിറ്റീവ് ചാർജ് എവിടെയാണുള്ളത്? ന്യൂക്ലിയസിനാണുള്ളത്. അപ്പോൾ ആ ചാർജിനെ നമുക്ക് വേണമെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയാം. As we go left to right a period, the nuclear charge of atoms of elements increases, but the electrons are filled in the same energy level. Electrons വന്ന് ചേരുന്നത് ഒരേ എനർജി ലെവലിൽ തന്നെയാണ്, ഒരേ ഷെല്ലുകളിൽ തന്നെയാണ്. അപ്പം നമ്പർ ഓഫ് ഷെൽസിൽ വ്യത്യാസം വരുന്നില്ല. നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ചാർജ്, ന്യൂക്ലിയർ ചാർജ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. സോ ദർ ഈസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണുകളെ അതിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, ഒരേ ഷെല്ലിലേക്ക് തന്നെ ഇലക്ട്രോണുകൾ പോയി നിറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദ ന്യൂക്ലിയസ് അട്രാക്ട്സ് these electrons more effectively towards it.
അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ കൂടുതലായി ആകർഷിക്കുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ്. ഒരു പീരീഡിൽ അടുത്തുനിന്ന് വലത്തോട്ടേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നു? അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ചോദ്യം വരും, എവിടെയാണ് ഒരു പീരീഡിൽ ഏറ്റവും വലിയ ആറ്റം ഉണ്ടാവുക? അറ്റ് ദി ലെഫ്റ്റ് സൈഡ്, ഏറ്റവും ലെഫ്റ്റിലാണ് എന്തുണ്ടാവുക? ഏറ്റവും വലിയ ആറ്റം ഉണ്ടാവുക. ഏറ്റവും ചെറിയ ആറ്റം എവിടെ ഉണ്ടാവുക? അറ്റ് ദി റൈറ്റ്, ഏറ്റവും വലത്തെ സൈഡിലായിരിക്കും ഏറ്റവും ചെറിയ ആറ്റം ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഒരു പീരീഡിലും ഒരു ഗ്രൂപ്പിലും ആറ്റോമിക് റേഡിയസിൻ്റെ ട്രെൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ് അയോണിക് റേഡിയൈ. വാട്ട് ആർ അയോൺസ്? അയോൺസ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ആൻ അയോൺ ഈസ് ഫോംഡ് ബൈ ദി അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ടു ദി outermost shell of an atom or the removal of one electron from the outermost shell of an atom. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണ് വന്നു ചേർന്നാലോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഇലക്ട്രോണ് പോയാലോ ആണ് ആ അയോൺസ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണ് പോയാൽ അവിടെ ഫോം ചെയ്യുന്ന അയോണിനെയാണ് നമ്മൾ പൊതുവെ കാറ്റയോൺ എന്ന് പറയുക. അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് പുതിയൊരു ഇലക്ട്രോണ് വന്നു ചേർന്നാൽ ആ ഇലക്ട്രോണിന് ആ അയോണിനെയാണ് നമ്മൾ എന്ത് പറയുക? ആനയോൺ എന്ന് പറയുക. അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ഈ അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഒരാറ്റത്തിൽ നിന്നും ഇലക്ട്രോണ് പോയിട്ടാണ് എന്തുണ്ടാകുന്നത്? കാറ്റയോൺ ഉണ്ടാകുന്നത്. ഇലക്ട്രോണ് പോകുമ്പോൾ അവിടെ ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് സെയിം ആയിരിക്കും, ന്യൂക്ലിയർ ചാർജിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ഒരു ഇലക്ട്രോൺ അങ്ങ് പോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ചാർജ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. കാരണം അത്രയും നേരം ഇലക്ട്രോണുകളെ, എത്ര ഇലക്ട്രോണുകളെയാണോ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോണിൻ്റെ മേലെയുള്ള അട്രാക്ഷൻ കൂടുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞു പോകും. അതിൻ്റെ അർത്ഥം ഒരു കാറ്റയോണിൻ്റെ സൈസ് കുറവായിരിക്കും എന്തിനേക്കാളും? ഒരു ന്യൂട്രൽ ആറ്റത്തിനേക്കാളും, അതിൻ്റെ ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കുറവായിരിക്കും എന്തിൻ്റെത്? ഒരു കാറ്റയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആനയോണിൻ്റെ കാര്യം പറഞ്ഞാൽ, ആനയോൺ ഈസ് ഫോംഡ് ബൈ ദി അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ വന്ന് ചേർന്നാലാണ് ആനയോൺ ഫോം ചെയ്യുക. അപ്പോൾ ഈ ആനയോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ന്യൂക്ലിയർ ചാർജിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഒരു ഇലക്ട്രോൺ അധികമായിട്ട് വന്ന് സ്വാഭാവികമായിട്ടും അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് കുറയുക ചെയ്യുക. കാരണം ഒരു അധിക ഇലക്ട്രോൺ അവിടെ വന്നു. അപ്പോൾ അത്രയും നേരം എത്ര ഇലക്ട്രോണുകളെയാണോ അട്രാക്ട് ചെയ്തിരുന്നത് അതിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ അവിടെ വന്ന് ചേരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കുറയുന്നു, അപ്പോൾ അട്രാക്ഷൻ കുറയുന്നു, സൈസ് കുറച്ച് കൂടുന്നു. അപ്പോൾ ആനയോണിൻ്റെ സൈസ് ന്യൂട്രൽ ആറ്റത്തിൻ്റെ സൈസിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. ഇതാണ് നമുക്ക് അയോണിക് റേഡിയസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ അയോണിക് റേഡിയസ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? അയോണിക് റേഡിയസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് ദി ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ അയോൺ. ഒരയോണിൻ്റെ ന്യൂക്ലിയസിൻ്റെ നടുവിൽ നിന്നും, മധ്യഭാഗത്ത് നിന്നും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും പുറമേയുള്ള ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? അയോണിക് റേഡിയസ് എന്ന് പറയുന്നു. ഒരു കാറ്റയോണിൻ്റെ അയോണിക് റേഡിയസ് എപ്പോഴും അതിൻ്റെ ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കുറവായിരിക്കും. ആനയോണിൻ്റെതോ അതിൻ്റെ ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പുതിയൊരു പോർഷനാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓർ അയോൺസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയോ അയോണുകളെയോ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? ഐസോ ഇലക്ട്രോണിക്
സ്പീഷീസ് എന്ന് പറയാം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഇപ്പോൾ Al3+, അലൂമിനിയത്തിൻ്റെ അയോൺ Al3+, Mg2+, മഗ്നീഷ്യം അയോണ്, Na+, സോഡിയം അയോണ്, F-, ഫ്ലൂറൈഡ് അയോണ്, O2-, ഓക്സൈഡ് അയോണ്, N3-, നൈട്രജൻ അയോൺ. ഇങ്ങനെ ഈ പറയുന്ന ഈ സ്പീഷീസ് ഇത്രയും കേസസിൽ നമ്മൾ പരിഗണിച്ചാൽ അലൂമിനിയത്തിൻ്റെ 3 പോസിറ്റീവ് ചാർജ് അലൂമിനിയത്തിൽ നിന്നും 3 ഇലക്ട്രോണുകൾ പോകണം. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ ദർ ആർ 13 ഇലക്ട്രോൺസ്. 13 ഇലക്ട്രോണിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയാൽ എന്തായി? Al3+ ആയി. 3 ഇലക്ട്രോൺ പോയാൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. അതേപോലെ നമ്മൾ Mg2+ നോക്കിയാൽ Mgൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ 12 ഇലക്ട്രോണിൽ നിന്നും 2 ഇലക്ട്രോൺ പോയാലാണ് Mg2+ അയോൺ ഫോം ചെയ്യുക. അപ്പോൾ അതിലും എത്ര ഇലക്ട്രോൺ ആയി? 12 2 പോയാൽ 10 ഇലക്ട്രോൺ ആയി. അടുത്ത നമ്മൾ നോക്കിയാൽ Na+ അയോൺ, Na+ സോഡിയത്തിൻ്റെത് 11 ആണ്. 11 ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പോൾ സോഡിയത്തിൽ നിന്നും 1 ഇലക്ട്രോൺ പോയാൽ Na+ ആയി. 11 1 പോയാൽ അതിൽ നിന്ന് എത്ര ഇലക്ട്രോൺ ആയി? 10 ഇലക്ട്രോൺ ആയി. ഇനി ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ F- അയോൺ എന്ന് പറഞ്ഞാൽ അതിലേക്ക് 1 ഇലക്ട്രോൺ അധികമായിട്ട് വന്നാലാണ്. അപ്പോൾ ആകെ എത്ര ഇലക്ട്രോൺ ആവും? 9 ഇലക്ട്രോൺ ഉള്ളതിൽ നിന്ന് 1 ഇലക്ട്രോൺ കൂടി വന്നാൽ എന്തായി? 10 ഇലക്ട്രോൺ ആയി. ഓക്കെ. ഇനി അപ്പോൾ F- അയോണിൽ എത്ര വരും? 10 ഇലക്ട്രോൺ ആവും. ഇനി O2- നമ്മൾ നോക്കിയാൽ O2- ഓക്സിജൻ്റെത് അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. 8 ആണ്. 8ൽ നിന്ന് 2 ഇലക്ട്രോണുകൾ വന്നാൽ എന്തായി? 8ൽ നിന്ന് +2 എന്ന് പറയുമ്പോൾ എന്തായി? 10 ഇലക്ട്രോൺ ആയി. ഇപ്പോൾ O2- എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ ഇലക്ട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ 10 ഇലക്ട്രോൺസ്. നൈട്രജൻ അറ്റോമിക് മാസ് 7 ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ അധികം വന്നാൽ അത് എത്രയായി? 7 + 3 എന്ന് പറഞ്ഞാൽ എത്രയായി? 10 ഇലക്ട്രോൺ ആയി. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ എക്സാമ്പിൾസിലൊക്കെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 10 ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസോ, ഇവിടെ നമ്മൾ പറഞ്ഞതൊക്കെ അയോൺസ് ആണ്. 10 ഇലക്ട്രോൺസ് ഉള്ള ഈ സ്പീഷീസിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്താ? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളെയോ അയോണുകളുടെയോ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ട്രെൻഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതാണ് അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയസ്. അപ്പോൾ ഇതിൽ ഭാഗമായിട്ട് വരുന്ന ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് എന്ത്? ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് കൂടുതലായിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.